കണ്ണൂർ പടന്നപാലത്ത് സ്വകാര്യ ട്രസ്റ്റിനു കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ഭക്ഷണവും ചികിത്സയുമില്ലാതെ രോഗികൾ നരകിക്കുന്നു. ശമ്പളം ലഭിക്കാത്തതിനാൽ നഴ്സുമാർ ആശുപത്രി വിടുന്നതോടെ രോഗികൾ അനാഥരാകുകയാണ്. തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടവർക്ക് വേണ്ടി ആരംഭിച്ച പടന്നപാലത്തെ CHM ഹോസ്പിറ്റലിൽ രോഗികൾക്ക് ഒരു നല്ല കാലമുണ്ടായിരുന്നു. അടുത്ത കാലത്ത് ട്രസ്റ്റിന്റെ അധികാരം ഒരു വിഭാഗം പിടിച്ചെടുത്തതോടെയാണ് രോഗികളുടെ ദുരിതവും ആശുപത്രിയുടെ നാശവും തുടങ്ങിയത്. 40 ബെഡുകളുള്ള ആശുപത്രിയിൽ ഒരു ആംബുലൻസുമുണ്ട്. എന്നാൽ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന രോഗികൾ മാത്രമാണ് ദുരിതം പേറി ആശുപത്രിയിൽ കഴിയുന്നത്. ശമ്പളം ലഭിക്കാതെ ജോലി ചെയ്തിരുന്ന നഴ്സുമാർ വീട്ടിൽ നിന്നാണ് രോഗികൾക്കുള്ള ഭക്ഷണം പോലും ഒരു ഘട്ടത്തിൽ നൽകിയത്. എന്നാൽ ശമ്പളം നൽകാൻ അധികൃതർ തയ്യാറാകാതിരുന്നതോടെ നഴ്സുമാരും ആശുപത്രി വിട്ടിറങ്ങി. ഇപ്പോൾ റഫീഖ് എന്ന് പറഞ്ഞാൽ അവരാണ് നമ്മളിപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാ നമുക്കിപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം രോഗികൾക്കെല്ലാം കൊടുക്കുന്നത്. ക്യാൻറ്റീനിൽ ആൾ പോയതുകൊണ്ട് നമ്മൾ തന്നെയാണ് ക്യാൻറ്റീനിലെ ഭക്ഷണമെല്ലാം പാകം ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് സാലറി ഇവർ തരുന്നില്ല. നഗരത്തിലെ സന്നദ്ധ സംഘടനകളാണ് ഇപ്പോൾ രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്നത്. ഇവരെ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടുവെങ്കിലും ആശുപത്രി അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മരുന്നില്ല, ഡോക്ടറില്ല, ഭക്ഷണമില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. കുറേ നോമ്പിനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നും ഒരു ചുവനേര ഭക്ഷണമൊന്നും ഉണ്ടായില്ല. കെട്ടിടം വ്യവസായ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കാനാണ് അധികൃതരുടെ നീക്കമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ആശുപത്രിയിലെ ദയനീയാവസ്ഥ പുറത്തു പറയുന്ന രോഗികളോട് അധികൃതർ പ്രതികാര മനോഭാവത്തോടെ പെരുമാറുന്നുവെന്നും പരാതിയുണ്ട്. റിപ്പോർട്ടർ, കണ്ണൂർ.